Good morning. അപ്പോൾ ദാ ഞാനൊരു അടിപൊളി മെഴുക്കുവരട്ടിയായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത്. ചക്കക്കുരുവും വള്ളിപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ അച്ചിങ്ങ എന്ന് പറയും. അച്ചിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്ക് കമൻറ്റ് വരാറുണ്ട്. മലപ്പുറം ഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ വടക്കോട്ടുള്ള ജില്ലകളിലൊക്കെ അച്ചിങ്ങ എന്ന് പറയുന്നത് തേങ്ങയുടെ ചെറിയ ആ ഒരു കായ ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെയൊക്കെ അച്ചിങ്ങ എന്ന് പറയുന്നത് ഈ വള്ളിപ്പയറിനെയാണ്, അവിടെ അച്ചിങ്ങ എന്ന് പറയുന്നത് തേങ്ങയുടെ ചെറിയ കായനെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വള്ളിപ്പയറിന് എടുത്തു പറയുന്നത്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പയർ ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ വള്ളിപ്പയറും നമ്മുടെ ചക്കക്കുരു നേർത്തതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നല്ല അടിപൊളി ഒരു മെഴുക്കുരട്ടി. ഈ മഴക്കാലത്ത് ചൂട് മെഴുക്കുരട്ടി കഴിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ചെറിയ ചൂടോടുകൂടി, നല്ല ചൂടോടുകൂടിയല്ല, ചെറിയ ചൂടോടുകൂടി കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെഴുക്കുരട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 10-12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 150 ഗ്രാം പയർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഒരു 10-12 ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയറിന് വേവ് കുറവാണ്. അതുപോലെ തന്നെ ചക്കക്കുരു നീളത്തിൽ കട്ട് ചെയ്തെടുത്താലാണ് ചക്കക്കുരു വേഗം കുക്കായി കിട്ടുക. പയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം. ചക്കക്കുരു ഒരു പകുതി കുക്കാവുമ്പോഴേ പയർ ചേർക്കാൻ പാടുള്ളൂ. പയറിന് വേവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചക്കക്കുരു കുക്കായി പകുതി ആവുമ്പോൾ നമുക്ക് നമ്മുടെ പയർ ചേർത്ത് വേവിക്കാം. പിന്നെ ഇതിൽ ഉള്ളി തന്നെ ചേർക്കണം. സവോള ചേർത്തിട്ടുണ്ടെങ്കിലും മെഴുക്കുവരട്ടിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ചക്കക്കുരു വേവിക്കാൻ വയ്ക്കാം. ചക്കക്കുരു വേവിക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ വേവിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കുക. ചക്കക്കുരു കഴുകി വൃത്തിയാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ പയറിനും കൂടി ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പയറിനും കൂടി ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക. 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളി ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. രണ്ടായാലും കുഴപ്പമില്ല. ചതച്ചെടുത്താലും നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് പകുതി കുക്കാവുമ്പോൾ നമുക്ക് ഉപ്പും നമ്മുടെ പയറും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പയറും ചേർത്തിട്ടുണ്ടെങ്കിൽ പയർ കുഴഞ്ഞു പോവും. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു വേവാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ഉപ്പ് ചേർക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറച്ചെടുക്കുക, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒരു പകുതി വേവായിട്ടുണ്ട്. ഞാനൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പയറിനും ചക്കക്കുരുവിനും ആവശ്യമായിട്ടുള്ള ഉപ്പ്. അതുപോലെ തന്നെ നമ്മളിനി ചേർക്കുന്നത് നമ്മുടെ പയർ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി പയറും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ മുളക് പൊടി ചേർത്തിട്ടാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. മുളക് പൊടി ചേർത്തിട്ടോ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ഈ വെള്ളം വറ്റി വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിലും പയറിലുമുള്ള വെള്ളം ഒരു 1/4 ഭാഗം വറ്റിയിട്ടത് കണ്ടോ. കുറച്ച് വെള്ളമുള്ളൂ. ഇത് കുഴപ്പമില്ല കേട്ടോ. അത് നമുക്ക് ആവശ്യമാണ് ഈ ഒരു അളവിലുള്ള വെള്ളം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളക് പൊടിയൊക്കെ നമ്മുടെ ഈ ചക്കക്കുരുവിലേക്കും പയറിലേക്കും പിടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരളവിൽ വെള്ളം വേണം. ഇനി നമുക്ക് ഈ ഒരു ചട്ടി മാറ്റി വയ്ക്കാം. വേറെ പാൻ വെച്ചിട്ട് മെഴുക്കുവരട്ടി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉള്ളി അല്ലെങ്കിൽ ചതച്ച് വെച്ച ഉള്ളി, നിങ്ങൾ എങ്ങനെയാണോ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയൊരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 പിഞ്ച് ഉപ്പൊക്കെ മതി.
ഉള്ളിയിലേക്ക് ഉപ്പ് പിടിച്ചു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പച്ചമുളക് ചേർത്താണ് നമ്മുടെ പയറും ചക്കക്കുരുവും വേവിച്ചതെങ്കിൽ മുളക് പൊടിയുടെ അളവ് ഞാൻ പറയുന്ന അത്രയും ചേർക്കരുത്, വല്ലാതെ എരിവ് കൂടിപ്പോവും. പിന്നെ ചക്കക്കുരുവിൻ്റെ ഗ്യാസ് ട്രബിളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവും എന്നുള്ള പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തോ ചേർക്കാം. ഞാൻ ഇതുപോലെയുള്ള മെഴുക്കുവരട്ടികളിൽ വെളുത്തുള്ളി ചേർക്കാറില്ല, അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർക്കുന്ന കാര്യം പറയാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ആ ഒരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. ഞാനിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാട്ടോ മുളക് പൊടി ചേർക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ചക്കക്കുരുവും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ചട്ടിയിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം വറ്റിപ്പോയിട്ടോ. അതാണ് നമ്മൾ വെള്ളം കണക്കാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ വല്ലാതെ ഡ്രൈ ആയി പോകും നമ്മുടെ മിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ മിക്സ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഉള്ളിയും അതുപോലെ തന്നെ ചക്കക്കുരും പയറും എല്ലാം ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ മഴയത്ത് രാത്രി കഞ്ഞിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഒരു പപ്പടവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടുക. അതിനുശേഷം വീണ്ടും ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇളക്കി മറിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. അങ്ങനെ നമുക്ക് 2 സെക്കൻഡ് വീതം കുറച്ച് സമയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെയ്തേക്കില്ലേ മറക്കാതെ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.